എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് 2025 പൂരാട നക്ഷത്രക്കാരുടെ ഗുണവും ദോഷവും അതിനുള്ള പരിഹാരങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ 2025 ദോഷമുള്ള ഒരു വർഷമാണ്. അതിന് കാരണങ്ങൾ പലതാണ്. പൂരാട നക്ഷത്രക്കാർക്ക് കുജൻ വളരെ നല്ലതാണ് എങ്കിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് ദോഷമായിട്ടാണ് കാണുന്നത്. ഇത് തമാശയുടെ രീതിയിലോ അല്ലെങ്കിൽ നേരം പോക്കായി കണക്കാക്കരുത്. എല്ലാവരും പറയും വരാനുള്ള കാര്യങ്ങൾ വരുമെന്ന്. വരാതിരിക്കാനാണ് മുന്നേ പറയുന്നത്. അതുകൊണ്ട് എല്ലാ പൂരാടക്കാരും ഇത് ശ്രദ്ധിച്ച് ഒന്ന് കാണുക. വരുന്ന ദോഷങ്ങളും ഉണ്ടാകുന്ന മറ്റുള്ള പ്രയാസങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് അഗ്നിയിൽ തീ കൊണ്ട് വളരെ ദോഷങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീ ഉള്ള സ്ഥലങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. എവിടെ ആയാലും, ക്ഷേത്രങ്ങളിലായാലും വീടുകളിലായാലും പോകുന്നിടത്തൊക്കെ സൂക്ഷിച്ചാൽ വളരെ നല്ലതാണ്. അഗ്നി കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇവർക്ക് ശത്രുക്കളെ കൊണ്ട് ദോഷമാണ്. അതുകൊണ്ട് വാക്കുകൾ, അതായത് ഓരോ വാക്കുകൾ പറയുന്നത് സൂക്ഷിച്ച് വേണം. സൂക്ഷിച്ച് പറഞ്ഞില്ല എങ്കിൽ ഈ വർഷം അവർക്ക് വളരെയധികം ദോഷമാണ്. അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുവാനും ജനവിരോധം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് നിങ്ങളുടെ കുഴപ്പമല്ല, ആ കുജൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ പൂരാടക്കാർ വളരെ സൂക്ഷിച്ച് വേണം നിൽക്കുവാൻ. അല്ലെങ്കിൽ പലതരത്തിലുള്ള പീഡനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ഇതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹം ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും നവഗ്രഹത്തെ പ്രീതിപ്പെടുത്തുകയും നമസ്കാരം ചെയ്യുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദോഷമൊക്കെ അവർക്ക് ഉണ്ടാവുന്നില്ല. ഉണ്ടാവേണ്ട സന്ദർഭം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നവഗ്രഹങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ വീട്ടിൽ തന്നെ ഒരു നിലവിളക്ക് കത്തിച്ച് ചൊവ്വാഴ്ച ദിവസം 3 മണി മുതൽ 4:30 വരെ ഒരു നാരങ്ങ കത്തിച്ച് വെച്ച്, നാരങ്ങ കീറി തുറന്ന് തിരിച്ചിട്ട് കത്തിച്ച് കുജൻ്റെ മന്ത്രങ്ങൾ ജപിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ആ ദോഷങ്ങളും മറ്റുള്ള തരത്തിലുള്ള നേരത്തെ പറഞ്ഞ കണക്ക് ശത്രു നിമിത്തം വിരോധം, അതിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ പോയി ലളിത സഹസ്രനാമം ജപിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തിങ്കളാഴ്ച ചന്ദ്രപൊങ്കാലയിടുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കലഹം, ദുഃഖം, ജനവിരോധം എന്നിവ മാറുന്നു. പിന്നെ പഠിക്കുന്ന കുട്ടികൾ ബുധനാഴ്ച, ശനി എന്നീ ദിവസങ്ങളിൽ നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ പോയി ബുധനെയും പ്രീതിപ്പെടുത്തുകയും പ്രദക്ഷിണം വയ്ക്കുകയും ശനിയാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. വിവാഹം, ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുകയും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുവാനും വാഹനങ്ങൾ വാങ്ങുവാനും വീട് വയ്ക്കുവാനും ബിസിനസ്സും കച്ചവടങ്ങളൊക്കെ നടത്തുവാനൊക്കെ പറ്റിയൊരു വർഷമാണ് 2025. പൊതുവെ പറയുകയാണെങ്കിൽ ഇവർക്ക് ഗുണവും ദോഷവും ഉണ്ട്. അപ്പോൾ ഈ ദോഷ പരിഹാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അറിയാതെ പോകുന്ന സമയങ്ങളിൽ പല വിധത്തിലുള്ള ദോഷങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഓരോ മനുഷ്യരിലും ഉണ്ടാകുന്നത്. അത് ഓരോ മാസങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഓരോ സെക്കൻഡുകളിലും ഓരോ നിമിഷങ്ങളിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി ഞാൻ പറയുന്നത് വരുന്ന ദോഷങ്ങളൊക്കെ മാറുവാനും അതിന് ശേഷം ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കാണുകയും കേൾക്കുകയും അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളൊക്കെ അപകടങ്ങളൊക്കെ മാറുന്നതാണ്.